സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള ദക്ഷിണ റെയിൽവേ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. പദ്ധതിക്ക് നിരവധി തടസ്സവാദങ്ങൾ ദക്ഷിണ റെയിൽവേ ഉന്നയിച്ചിട്ടുണ്ട്. ഭൂമി വിട്ടു നൽകുന്നത് റെയിൽവേ വികസനത്തെയും വേഗം കൂട്ടലിനെയും ബാധിക്കും. പദ്ധതി ചെലവ് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും കേന്ദ്ര റെയിൽവേ ബോർഡിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് KR സാജ് വിവരങ്ങൾ നൽകും. സാജ്, എന്തൊക്കെയാണ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ? ദിവ്യ, 183 ഹെക്ടർ സ്ഥലമാണ് സിൽവർ ലൈൻ പദ്ധതിക്കായി ദക്ഷിണ റെയിൽവേയിൽ നിന്നും ഏറ്റെടുക്കേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ദക്ഷിണ റെയിൽവേയുടെ ഭൂമിയിലൂടെ പദ്ധതി കടന്നുപോകുന്നത്. ഇക്കാര്യത്തിൽ ഒരു സംയുക്ത പരിശോധന നടത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര റെയിൽവേ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ റെയിൽവേ പരിശോധനയ്ക്ക് ശേഷം തയ്യാറാക്കിയ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ്, അതിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പ്രകാരം ഈ 183 ഹെക്ടർ ഭൂമിയിലും വിവിധ തരത്തിലുള്ള തടസ്സവാദങ്ങളാണ് ദക്ഷിണ റെയിൽവേ ഉന്നയിക്കുന്നത്. പദ്ധതിയോടുള്ള അവരുടെ വിയോജിപ്പുകൾ സാങ്കേതിക കാരണങ്ങൾ അടക്കം നിരത്തിക്കൊണ്ട് ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം പറയുന്നത് റെയിൽവേയുടെ ഭാവി വികസനത്തിന് തടസ്സമാണ് സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി വിട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അലൈൻമെന്റ് അനുസരിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ അത് വേഗത, ഭാവിയിൽ നിലവിലെ റെയിലിന്റെ വേഗത കൂട്ടുന്നതിനടക്കം തടസ്സമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അലൈൻമെന്റ്, സിൽവർ ലൈനിന്റെ അലൈൻമെന്റ് തയ്യാറാക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ആശയവിനിമയവും ദക്ഷിണ റെയിൽവേയുമായി നടത്തിയിട്ടില്ല എന്ന പ്രശ്നവും ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം ഇപ്പോഴത്തെ ഈ സിൽവർ ലൈൻ പദ്ധതി ഇതേ രീതിയിൽ നിലവിൽ വന്നാൽ അത് നിലവിലുള്ള പാതയ്ക്ക് ആഘാതമേൽപ്പിക്കും. അതുമാത്രമല്ല, സ്റ്റേഷനുകളോട് അടുത്തും മറ്റുമുള്ള നിർമ്മിതികൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഒപ്പം ഇതിന്റെയൊക്കെ ഒരു പദ്ധതി ചെലവിൽ ചില ഭാഗങ്ങൾ പൊളിച്ചു നീക്കേണ്ടതുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ അടക്കം അതൊക്കെ ഈ പദ്ധതി ചെലവിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ 50% വഹിക്കേണ്ടത് റെയിൽവേ ആയതിനാൽ റെയിൽവേക്ക് അതും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വൈദ്യുതി വിതരണ ശൃംഖലയെ ആകെ മാറ്റേണ്ടി വരും എന്ന കാര്യം ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കോഴിക്കോടും കണ്ണൂരും ഒക്കെ റെയിൽവേക്കായി ഈ സിൽവർ ലൈനിന്റെ സ്റ്റേഷനുകൾക്കായി നിശ്ചയിച്ച സ്ഥലം ഉണ്ട്. ആ സ്ഥലം ഒട്ടും തന്നെ വിട്ടു നൽകാൻ കഴിയില്ല. അവിടെ റോറോ അടക്കമുള്ള ചില പദ്ധതികൾ റെയിൽവേ നേരത്തെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതും റെയിൽവേയുടെ പരിഗണനയിലുള്ളതുമാണ്. അങ്ങനെ ആ ഭാഗത്തെ ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. ഇതോടൊപ്പം തന്നെ 200 കിലോമീറ്റർ വേഗത്തിലുള്ള സ്റ്റാൻഡേർഡ് ഗേജാണ് സിൽവർ ലൈനായി പറഞ്ഞിരിക്കുന്നത്. ഇത് നിലവിലെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും കഴിയില്ല. ട്രാക്കിന് ഇരുവശത്തും എംബാർക്ക്മെന്റുകൾ കെട്ടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് റെയിൽവേ ഉപഭോക്താക്കൾക്ക്, യൂസേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ പാലക്കാട് ഉള്ള 17 വളവുകളോട് ചേർന്നാണ് ഈ സിൽവർ ലൈനിന്റെ പാത ഇപ്പോൾ അലൈൻമെന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ 17 വളവുകളും ഒരിക്കലും റെയിൽവേക്ക് നികത്തിയെടുക്കാൻ കഴിയില്ല. പിന്നീട് അത്